പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാല്യം തകർത്ത ജീവിതം. അവൻ പാതയരികിലെ വിദ്യാലയത്തിൻ്റെ എതിർവശത്ത് അഴുക്കുചാലിൻ്റെ സ്ലാബിന്മേൽ ഇളം വെയിലേറ്റ് ഇരുന്നു കൊണ്ട് ആ വലിയ വിദ്യാലയത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാലയത്തിൻ്റെ കെട്ടിടങ്ങളുടെ ഭംഗിയും അതിൻ്റെ അകത്തേക്ക് വലിയ കവാടം കടന്നു പോകുന്ന വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു. വെയിലിന് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവൻ അത് വകവയ്ക്കാതെ കാഴ്ചകളിൽ രമിച്ചുകൊണ്ടിരുന്നു. അവൻ ഇരിക്കുന്നതിൻ്റെ അടുത്തു തന്നെ ബസ് യാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രം ഉണ്ടെങ്കിലും അവൻ അതിനകത്ത് ഇരിക്കാതെ സ്ലാബിന്മേൽ തന്നെ ഇരിക്കുന്നതിനു കാരണം ഉണ്ട്. വിശ്രമ കേന്ദ്രത്തിൽ തിരക്ക് ഉണ്ടായിരുന്നു. മുൻപ് പലപ്പോഴും ആ വിശ്രമ കേന്ദ്രത്തിൻ്റെ അകത്ത് അവൻ ഇരുന്നപ്പോൾ യാത്രക്കാർ അവനിൽ നിന്നും അകലം പാലിച്ച് വിശ്രമ കേന്ദ്രത്തിൻ്റെ അകത്ത് കയറാതെ പുറത്തു നിൽക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. തൻ്റെ വൃത്തിഹീനമായ വസ്ത്രധാരണവും പ്രവൃത്തിയുമാവാം യാത്രക്കാർ പുറത്തു നിൽക്കാൻ കാരണം എന്ന് അവൻ തിരിച്ചറിഞ്ഞതിനാൽ അന്നു മുതൽ അവൻ വിശ്രമ കേന്ദ്രങ്ങളിൽ പകൽ സമയത്ത് ആളുകൾ ഉള്ളപ്പോൾ അകത്ത് ഇരിക്കാറില്ല. കൂടാതെ നിരവധി തവണ ആളുകൾ അവനെ നോക്കി കളിയാക്കിയതും അവന് ഓർമ്മ വന്നു. അഴുക്കുചാലിൻ്റെ സ്ലാബിന്മേൽ ഇരിക്കുമ്പോൾ ചാലിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് അവന് അനുഭവപ്പെട്ടെങ്കിലും അത് അവന് ശീലമായി കഴിഞ്ഞിരുന്നു. പല ദിവസവും ആ വിദ്യാലയത്തിൻ്റെ മുന്നിലൂടെ പാഴ്വസ്തുക്കൾ പെറുക്കാൻ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ കാഴ്ചകൾ ശ്രദ്ധിച്ചിരുന്നില്ല. വിദ്യാലയത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ചെറുപട്ടണത്തിലെ കടമുറികളുടെ മുന്നിൽ കഴിഞ്ഞ 4 വർഷമായി അവൻ്റെ കുടുംബം താമസിച്ചു വരുന്നു. 8 വയസ്സ് പ്രായമായ അവൻ ദിവസവും നിരവധി മധുരിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതം അവനെ തളർത്തിക്കൊണ്ടിരുന്നു. അച്ഛനും അമ്മയും ഒരു ചേട്ടനും ഒരു അനിയത്തിയും അടങ്ങുന്ന കുടുംബം. സ്വന്തം ജനനസ്ഥലം അറിയാത്ത നിരവധി പേരിൽ ഒരാളാണ് അവൻ. സ്ഥിരമായി എവിടെയും താമസിക്കില്ല. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജീവിതമാർഗം തേടിയുള്ള യാത്ര. ചില സ്ഥലങ്ങളിൽ കുറച്ചുകാലം താമസിക്കും, പിന്നെ അവിടെ നിന്നും യാത്ര തുടരും. ദാരിദ്ര്യ ജീവിതമാണെങ്കിലും എപ്പോഴും സന്തോഷം അവനിൽ പ്രകടമാകും. എന്നാൽ ചില കാഴ്ചകൾ കാണുമ്പോൾ അവൻ്റെ കുഞ്ഞു മനസ്സ് വേദനിക്കും. അവൻ ചിന്തകളിൽ നിന്നും ഉണർന്ന് വീണ്ടും ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചു. ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വിദ്യാർത്ഥികൾ അകത്തേക്ക് പോകുന്നു. എന്തിനാണ് ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്ന് ആ കുഞ്ഞു മനസ്സിന് അറിയില്ല. ചില കുട്ടികൾ ബസ്സിൽ വന്നിറങ്ങുന്നു, ചിലർ സ്കൂൾ വാഹനങ്ങളിൽ, ചിലർ സ്വന്തം വാഹനങ്ങളിൽ. ആ വിദ്യാലയത്തിൻ്റെ മുന്നിൽ നിരവധി കാറുകൾ നിൽക്കുന്നു. ചെറു കാറുകൾ മുതൽ ആഡംബര കാറുകൾ വരെ ആ കൂട്ടത്തിൽ ഉണ്ട്. ആ കാറുകളിൽ വരുന്നവരിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. ചില കാറുകളിൽ നിന്നും കുട്ടികൾ ഇറങ്ങുന്നു. രക്ഷിതാക്കൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ യാത്രയാക്കുന്നു. ചില രക്ഷിതാക്കൾ കുട്ടികളോടൊപ്പം വിദ്യാലയത്തിലേക്ക് പോയി തിരിച്ചു വരുന്നു. ചിലർ വാഹനങ്ങളിൽ നിന്നും ഇറങ്ങി കുട്ടികൾക്ക് ഉമ്മ കൊടുത്ത് വിദ്യാലയത്തിൻ്റെ കവാടം വരെ കൊണ്ടുവിടുന്നു. അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. അവൻ വിദ്യാലയ കവാടത്തിൻ്റെ നേർ എതിർവശത്താണ് ഇരിക്കുന്നത്. മതിൽക്കെട്ടിൽ നിന്നും
5 മീറ്റർ അകലത്താണ് വിദ്യാലയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ബഹുനില കെട്ടിടത്തിന് വലിയൊരു കമാനം ഉണ്ട്. ആ കമാനം വഴി കടന്നു വേണം അകത്തു പോകാൻ. പാതയുടെ മറുവശത്ത് ഇരിക്കുന്ന അവന് എല്ലാം കാണാം. പാതയിൽ നിന്നും കെട്ടിടത്തിൻ്റെ അകം വരെ അതിമനോഹരമായ ടൈലുകൾ വിരിച്ച പാത. പ്രവൃത്തി ദിവസം ആരംഭിക്കാൻ സമയമായതിനാൽ അകത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. തിരക്കിനിടയിലൂടെ ചില കുട്ടികൾ ഒറ്റയ്ക്ക് വേഗത്തിൽ നടന്നു പോകുന്നു. ചില കുട്ടികൾ തോളിന്മേൽ പരസ്പരം കൈയിട്ട് ഭംഗിയുള്ള ബാഗുകൾ തൂക്കി തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നടന്നു പോകുന്നു. ചില കുട്ടികൾ പുസ്തകങ്ങൾ വായിച്ച് നടന്നു പോകുന്നു. ചിലർ തിരക്കിനിടയിൽ നിന്നുകൊണ്ട് തർക്കിക്കുന്നു. ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ മുതുകിൽ തല്ലിയ ശേഷം ഓടുന്നു. അടികൊണ്ട കുട്ടി പിന്നാലെ ഓടുന്നു. ചില കുട്ടികൾ മിഠായികളും മറ്റു ഭക്ഷണ സാധനങ്ങളും തിന്നുകൊണ്ട് നടന്നു പോകുന്നു. ആ വിദ്യാർത്ഥികളുടെ ഇടയിലൂടെ ജീവനക്കാർ നടന്നു പോകുന്നു. ചില ജീവനക്കാർ വാഹനങ്ങളുമായി അകത്തേക്ക് പോകുന്നു. കവാടത്തിലൂടെ കടന്നു പോകുന്നവരെ നോക്കി സുരക്ഷാ ജീവനക്കാർ പുഞ്ചിരിക്കുന്നു. ചിലരോട് അവർ എന്തോ പറയുന്നു. കവാടത്തിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ കണ്ട് മൂകസാക്ഷിയായി ആ സുരക്ഷാ ജീവനക്കാർ നിൽക്കുന്നു. ആ തിരക്കിനിടയിൽ കവാടത്തിലേക്ക് ഒരു ആഡംബരക്കാർ എത്തുന്നു. സുരക്ഷാ ജീവനക്കാർ ഭവ്യതയോടെ കാറിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. കാറിൻ്റെ പിന്നിലെ ഒരു വശത്തെ കറുത്ത നിറത്തിലുള്ള ഗ്ലാസ് താഴുന്നു. സുരക്ഷാ ജീവനക്കാർ ആ ഗ്ലാസിൻ്റെ അരികിൽ വിനയത്തോടെ നിന്ന് സംസാരിച്ചുകൊണ്ട് തലയാട്ടുന്നു. കാറിൻ്റെ ഗ്ലാസ് ഉയരുന്നു. കാർ അകത്തേക്ക് പോകുന്നു. കാർ പോയതിനു ശേഷം സുരക്ഷാ ജീവനക്കാർ എന്തോ ചർച്ച ചെയ്യുന്നു. കാറിൽ വന്ന ആൾ എന്തോ നിർദ്ദേശങ്ങൾ സുരക്ഷാ ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ടെന്ന് അവരുടെ പ്രകടനങ്ങളിൽ നിന്നും അവന് മനസ്സിലായി. അവൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് നോക്കി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ചില യാത്രക്കാർ അവനെ നോക്കുന്നു. ചിലർ പരിഹാസഭാവത്തോടെ, ചിലർ ദേഷ്യത്തോടെ, ചിലർ സഹതാപത്തോടെ, ചിലർ പുഞ്ചിരിക്കുന്നു. അവൻ്റെ നോട്ടം യാത്രക്കാരിൽ തങ്ങി നിന്നു. അവൻ യാത്രക്കാരെ നോക്കി എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കെ വിദ്യാലയത്തിൽ നിന്നും നീണ്ട മണി മുഴങ്ങി. വിദ്യാർത്ഥികളും ജീവനക്കാരും വേഗത്തിൽ അകത്തേക്ക് പോകുന്നു. അവൻ കവാടത്തിലേക്ക് നോക്കിയിരിക്കെ ഒരു ആഡംബരക്കാർ കവാടത്തിന് സമീപം വന്ന് നിന്നു. ആ കാറിൽ നിന്നും അവൻ്റെ പ്രായത്തിലുള്ള ഒരാൺകുട്ടി യൂണിഫോമിട്ട് കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും ഇറങ്ങുന്നു. പുറത്ത് ഇറങ്ങിയ ശേഷം അവൻ അകത്ത് നിന്നും ബാഗ് വലിച്ചെടുത്ത ശേഷം വാതിൽ അടയ്ക്കുന്നു. മറുഭാഗത്തു നിന്നും അവൻ്റെ അനുജത്തിയാണ് എന്ന് തോന്നിക്കുന്ന മാലാഖ പോലെയുള്ള പെൺകുട്ടി ഇറങ്ങുന്നു. കാറിൻ്റെ മുന്നിലെ സീറ്റിൽ നിന്നും അവൻ്റെ അച്ഛനാണെന്ന് തോന്നിക്കുന്ന സുന്ദരനായ ഒരാൾ ഇറങ്ങി വാതിൽ അടയ്ക്കുന്നു. എല്ലാ വാതിലുകളും കറുത്ത ഗ്ലാസ് കൊണ്ട് അടച്ചു വച്ചിരുന്നതിനാൽ കാറിൻ്റെ അകത്തെ കാഴ്ചകൾ ഒന്നും കാണാൻ അവനു കഴിഞ്ഞില്ല. ആളുകൾ ഇറങ്ങിയ ശേഷം കാർ മുന്നോട്ട് ചലിച്ച് കുറച്ചകലെ പാർക്ക് ചെയ്തു. കാറിൽ നിന്നും ഇറങ്ങിയ ആളുകൾ കവാടത്തിലൂടെ അകത്തേക്ക് നടന്നു. സുരക്ഷാ ജീവനക്കാർ അവരെ വിനയത്തോടെ താണുവണങ്ങുന്നു. പെൺകുട്ടി ചേട്ടൻ്റെയും അച്ഛൻ്റെയും കയ്യിൽ പിടിച്ച് ചാടിച്ചാടി നടക്കുന്നു. നടക്കുന്നതിനിടയിൽ അവൾ ഇരുവരെയും മാറി മാറി നോക്കുന്നു. അവരും അവളെ നോക്കി നടക്കുന്നു. അവൾ എന്തെല്ലാമോ അവരോട് പറയുന്നുണ്ടെന്ന് അവളുടെ പ്രകടനത്തിൽ നിന്നും അവൻ മനസ്സിലാക്കി. അവർ കമാനത്തിലൂടെ കടന്നു പോകുന്നത് അവൻ ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു. അവൻ്റെ ചിന്തകൾ പെട്ടെന്ന് വഴിമാറി. അവൻ അനുജത്തിയുമായി കളിക്കുന്നത് ഓർത്തു.